അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു പ്രത്യേകമായ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടത്തെയാണ് നാം ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. C++ ഫങ്ഷൻ്റെ രണ്ട് ഭാഗങ്ങളാണ് C++ ഫങ്ഷന് ഉള്ളത്. ഒന്ന് ഫങ്ഷൻ ഹെഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഒന്ന് ഫങ്ഷൻ ബോഡി എന്ന പേരിലും അറിയപ്പെടുന്നു. നമുക്കതിൻ്റെ കോഡ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാം. ഡാറ്റ ടൈപ്പ് ഓഫ് ഫങ്ഷൻ നെയിം, പിന്നീട് വിത്തിൻ ദ ബ്രാക്കറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫങ്ഷൻ മടക്കി നൽകുന്ന മൂല്യങ്ങളെയാണ് ഒന്നുകൂടെ ഈ ആർഗ്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് നമുക്ക് ഇനിയും അടുത്ത സ്ലൈഡുകളിലും വരാൻ പോകുന്നുണ്ട്. ഇവിടെയും നമുക്ക് എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാം. ഫങ്ഷൻ മടക്കി നൽകുന്ന വാല്യൂസിനെ ആണ് റിട്ടേൺ വാല്യൂ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഒരു ഫങ്ഷന് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു റിട്ടേൺ വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ഫങ്ഷന് നൽകുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന പേരിൽ പറയുന്നത്. ഫങ്ഷന് നൽകുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫങ്ഷന് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട എന്ത് വർക്കാണോ ചെയ്യേണ്ടതുള്ളത് ആ ചെയ്യേണ്ട നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ബോഡി എന്ന പേരിൽ പറയുന്നത്. കാരണം ആ ബോഡിയുടെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളുടെ കമാൻഡുകൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കോഡുകൾ നമ്മൾ എഴുതുന്നത്. മെയിൻ അല്ലെങ്കിൽ മറ്റൊരു ഫങ്ഷനിൽ കൂടി മാത്രമേ ഒരു ഫങ്ഷനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഫങ്ഷനുകൾ 4 തരത്തിലാണുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 തരത്തിൽ ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെ നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്ത് റിട്ടേൺ വാല്യൂ, ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ വാല്യൂ എന്നിങ്ങനെ 4 ഈ ഫങ്ഷനെ തിരിച്ചിട്ടുണ്ട്. വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഓരോന്നും അതിൻ്റെ കൃത്യമായ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഇതിൽ ഒന്നാമതായി നമ്മൾ വരുന്നതാണ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. എന്താണ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്? ആർഗ്യുമെൻറ്റുകളും ഇല്ല, റിട്ടേൺ വാല്യൂവും ഇല്ല. ഇനി റൈറ്റ് സൈഡിലെ പ്രോഗ്രാമിൻ്റെ ചെറിയ ആ കോഡ് ശകലത്തിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ വ്യത്യസ്തമായ 4 ഫങ്ഷനുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഇതിൽ സം 1 എന്ന് കഴിഞ്ഞുള്ള പാരാന്തസിസിനുള്ളിൽ വാല്യൂസ് നമ്മൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതായത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നർത്ഥം. ഇവിടെ 2 സംഖ്യകൾ ആഡ് ചെയ്ത് അതിൻ്റെ ഫലം എസ് എന്ന വേരിയബിളിലൂടെ സ്റ്റോർ ചെയ്യുന്നു. നമുക്കിവിടെ കാണാം എസ് എന്നുള്ള ഒരു വേരിയബിളിലൂടെ നമ്മളത് സ്റ്റോർ ചെയ്യുന്നു. ഇതിലൂടെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മളിവിടെ റിട്ടേൺ വാല്യൂ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ ഫങ്ഷനായി പറയുന്നത് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്നാണ്. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ഉണ്ട്, എന്നാൽ റിട്ടേൺ വാല്യൂ ഇവിടെ ഇല്ല. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോഡിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ സം 3 എന്ന ഫങ്ഷനോട് കൂടി നമ്മൾ ആർഗ്യുമെൻറ്റുകൾ നൽകിയിരിക്കുന്നു, പക്ഷേ റിട്ടേൺ ആയി ഒരു വാല്യൂവും ഇല്ല. റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇനി മൂന്നാമതായി ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സാമ്പിളിൻ്റെ ആ പ്രോഗ്രാം
ടിപ്സിലോട്ട് പോകാം. ഇൻറ്റ് സം ഫോർ വിത്തിൻ എ ബ്രാക്കറ്റ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇനി ഇതിൽ ആർഗ്യുമെൻറ്റ്സ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോളിംഗ് ഫംഗ്ഷനിലോട്ട് ആഡ് ചെയ്ത രണ്ട് സംഖ്യകളുടെ ഫലം റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ രണ്ട് സംഖ്യകളുടെ ആഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫലം എന്നുള്ള ആ വാല്യൂ സ്റ്റോർ ചെയ്ത എസ് എന്ന വേരിയബിൾ അത് റിട്ടേൺ എസ് എന്ന് താഴെ കാണിച്ചിരിക്കുന്നു. അതായത് രണ്ട് സംഖ്യകളുടെ ഫലം റിട്ടേൺ ചെയ്തിരിക്കുന്നു, കോളിംഗ് ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയുന്നതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഇനി ഏറ്റവും അവസാനമായി ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് വിത്ത് റിട്ടേൺ വാല്യൂ. ഇനി ഇതിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. കാരണം സം 2 കഴിഞ്ഞ് പരാന്തസിസ്, ഓപ്പണിംഗ് പരാന്തസും ക്ലോസ് പരാന്തസിസുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായി ഒരു വാല്യൂസും ഒരു ആർഗ്യുമെൻറ്റ്സും നമ്മൾ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ നൽകിയിട്ടില്ല, പക്ഷേ സംഖ്യകളുടെ ഫലം ഇവിടെ റിട്ടേൺ ചെയ്യുന്നു. സംഖ്യകളുടെ ഫലം ഇവിടെ അങ്ങോട്ട് മുകൾ ഭാഗത്തോട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? യഥാർത്ഥ ഫംഗ്ഷൻ്റെ ഒരു മോഡലിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളുടെ തരവും എണ്ണവും കമ്പൈലറിന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. അതായത് കമ്പൈലറിനോട് അതിൻ്റെ ഇനം എന്താണെന്നും അതിൻ്റെ എണ്ണവും കമ്പൈലറിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നുള്ള ഒരു ഭാഗം കൂടി ഇതിലുണ്ട്. എന്താണ് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്? ഫംഗ്ഷനിലേക്ക് കടത്തിവിടുന്ന വാല്യൂകളെയാണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്റർ എന്നും ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്നതിനെ ആക്ച്വൽ പാരാമീറ്റർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്ററുകളുടെ എണ്ണവും തരവും തീർച്ചയായും ഒരേപോലെ ആയിരിക്കണം. ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി സെയിം. ഒരേപോലെ ആയിരിക്കണം അതിൻ്റെ എണ്ണവും തരവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ. എങ്ങനെയൊക്കെയാണ് ആർഗ്യുമെൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സുകൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡുകൾ എന്തെല്ലാമാണ്? രണ്ട് തരം മെത്തേഡിലൂടെയാണ് ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻറ്റുകൾ പാസ് ചെയ്യുന്നത്. ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡും ഒന്ന് കോൾ ബൈ റെഫറൻസ് മെത്തേഡും. കോൾ ബൈ വാല്യൂ മെത്തേഡായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, കോൾ ബൈ റെഫറൻസ് മെത്തേഡായും ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം.